ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുസ്മിതയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് നമ്മൾ ശാലിനി അറിയാൻ പോകുന്ന നിമിഷമാണ് കേട്ടോ. അതിനകത്ത് വലിയൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അതൊക്കെ പറയാനും മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കമൻസ് ഷെയർ വെച്ചാൽ ആരും മറക്കണ്ട. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം ശാലിനിയുടെ മുന്നിൽ നിൽക്കുന്ന പർദ്ദയും നിക്കാബൊക്കെ ഇട്ടേക്കുന്ന നമ്മുടെ സുസ്മിതയാണ്. അതും 10 ലക്ഷം രൂപ ശാലിനിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ആ പെട്ടിയായിട്ട് കൈ നിൽക്കുന്ന സുസ്മിതയുടെ കൈ കയറി ശാലിനി കറക്റ്റായിട്ട് അങ്ങ് പിടിക്കുവാണ്. കാരണം മറ്റൊന്നിനുമല്ല, ഈ പർദ്ദയ്ക്കുള്ളിലെ വ്യക്തി ആരാണ്, താൻ ഇത്രയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വ്യക്തി ആരാണെന്നറിയാനുള്ള ശാലിനിയെ പരിശ്രമതി. ശാലിനി എന്താണ് നിക്കാബ് എന്താണ് ഉയർത്തി നോക്കുമ്പം സുസ്മിത അത് വേണ്ട എന്ന് പറഞ്ഞ് ശാലിനി എന്താണ് തള്ളി മാറ്റുന്നത്. പക്ഷേ എന്നിരുന്നാൽ ശാലിനി വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ശാലിനി ആ നിക്കാബയ്ക്കുള്ളിൽ ഇരിക്കുന്ന സുസ്മിത എന്ന വഞ്ചകി തന്നെ എന്നുള്ള കാര്യം ശാലിനി കാണുന്നതാണ് ഈ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ശാലിനി ഞെട്ടിപ്പോകണം. ശാലിനി പറയുന്നുണ്ട്, നീയാണോ, നീ ഇത്രയ്ക്ക് തരം താഴും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി എന്താണ് സുസ്മിതത്തെ പറയുമ്പോഴത്തേക്ക് സുസ്മിത പറയും, നീ പിന്നെ എന്ത് വിചാരിച്ചടി, അല്ല ഈ കിടന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലല്ലേ സുസ്മിതേ, നീ ഇപ്പോഴും ബ്ലാക്ക് മെയിലിങ് നിൻ്റെ പല രീതിയിൽ തന്ത്രങ്ങളായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം നീ നടക്കുമോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ ശാലിനി പറയുമ്പം ശാലിനിക്ക് എന്താണ് ഭയങ്കര ടെൻഷനായി ശാലിനി പറയുന്നുണ്ട്, നിൻ്റെ പിറകിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും, നിൻ്റെ കൂട്ടാളിപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ചെറിയൊരു സൂചനയും ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നീ തന്നെ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതിനെ പ്രതീക്ഷിച്ചില്ല. അതിനുള്ള ധൈര്യം അപാരം തന്നെ പോയി. അപ്പം നീയാണ്, അപ്പം നീ വിചാരിക്കുന്നതാണ്, നീ പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ സത്യാമ്മ വിശ്വസിക്കുന്നത്, നീ പറഞ്ഞ സത്യാമ്മ ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിൻ്റെ ചരിത്രം അങ്ങനെയാണ്. നീ സത്യാമ്മയോട് കാണിച്ച കാര്യമൊക്കെ സത്യാമ്മയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് നീ പറയുന്നൊന്നും പഴയ പോലെ ഇനി അങ്ങോട്ടേക്ക് വില പോകത്തില്ല, അതിന് ഞാൻ പറയുന്ന വില പോകണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സുസ്മിത ഉണ്ട് ഷാനിയുടെ ധൈര്യത്തെ വെല്ലുവിളിച്ച് തുടങ്ങുവാണ്. പക്ഷേ അതേ വെല്ലുവിളിക്കുമ്പോൾ ഷാനി എന്താണ് ചെയ്യുന്നത്, ഫോൺ എടുത്തിട്ട് നിൻ്റെ കാര്യം ഇന്നത്തോടെ തീർത്താറ, നീ കൊണ്ടാലും പഠിക്കത്തില്ല, അപ്പം ഒന്ന് നല്ലപോലെ കൊണ്ട് നീ ഇനി പത്തി താഴ്ത്തി കിടന്നാൽ മാത്രമേ സുസ്മിത നീ കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കത്തുള്ളൂ. നിനക്ക് ഈ കിട്ടിയ ശിക്ഷയൊന്നും പോരാ. അപ്പം നിന്നെ വീണ്ടും നീ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വിടാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. നേരെ ജയിലിലേക്ക് വിടാനുള്ള തീരുമാനത്തിൽ ഷാനി നിൽക്കുകയാണ്. അപ്പോൾ ഷാനി എന്താണ് നേരെ ഫോൺ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ്. കാരണം 10 ലക്ഷം രൂപ അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള മണിയാണ് സുസ്മിതയുടെ കയ്യിലിരിക്കുന്നത്. സുസ്മിത അല്ലെങ്കിൽ അഴിമതി കേസിൽ കുടുങ്ങിയ വ്യക്തിയാണ്. അപ്പം വീട്ടിന് പുറത്തിറങ്ങിയിട്ട് ഇതേപോലൊരു കുടുക്കം വന്നു കഴിഞ്ഞാൽ സുസ്മിത ആ കരിയർ തന്നെ അങ്ങ് തീർന്നു. ഷാനി ഫോൺ വിളിക്കുന്ന സുസ്മിതയുടെ ആ മുഖഭാവമൊക്കെ മാറിയിട്ട് സുസ്മിത എന്താണെന്ന് പറയുക, ഷാനിയുടെ കെഞ്ചുന്ന മട്ടിലങ്ങ് നിൽക്കുക. സുസ്മിത പറയുന്നു, അയ്യോ ഷാനി ഈ ഒരു തവണത്തേക്ക് മാത്രം എന്നോടൊന്ന് ക്ഷമിക്കുക, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയി അബദ്ധം എന്നൊക്കെ പറഞ്ഞു. സുസ്മിത എന്താണ്, അയ്യോ ഫോൺ വിളിക്കില്ല ഷാനി, എന്നെ കൊടുക്കാൻ നിൽക്കില്ലേ, വെറുതെ എനിക്കിട്ട് ഒരു പാര പണിയില്ലെന്ന് പറഞ്ഞിട്ട് സുസ്മിത ഷാലിനിയുടെ കാല് പിടിക്കാൻ തുടങ്ങും. ഷാലിനി പറയുന്നുണ്ട്, നിന്നോടോ, നീ എത്ര കൊണ്ടാലും പഠിക്കത്തില്ല, നീ ഒരു തവണ ചെയ്ത തെറ്റാണോ, അല്ലല്ലോ, ഇതിപ്പോൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റല്ലേ, അപ്പം നിനക്ക് ഒരു നല്ലൊരു ശിക്ഷ കിട്ടാൻ നീ അടങ്ങത്തില്ല സുസ്മിത, നിന്നോട് ക്ഷമിച്ചാണ് ഇന്ന് നിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നൊക്കെ ഷാലിനി പറഞ്ഞിട്ട് ഷാലിനി ആ ഫോൺ തന്നെ എന്താണ് കോൾ തന്നെ കറക്റ്റായിട്ട് അങ്ങ് ഡയൽ ചെയ്ത് ആ ഒരു പ്രൊസീഡിങ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഷാലിനി ഞെട്ടിച്ചുകൊണ്ട് സുസ്മിത ട്വിസ്റ്റ് കൊടുക്കാനായി നിൽക്കുവാണ് കേട്ടോ. ഫോണിൻ്റെ ബെല്ല് റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാനി പറഞ്ഞു, എന്തായാലും നീ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് എനിക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇനി എന്തൊക്കെ വിളിച്ചു പോലും സത്യാമ്മ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പം ഷാനി നെട്ടിച്ച് സുസ്മിത പറയുകയാണ്, അത് ഞാൻ പറയണമെന്നില്ലല്ലോ, ഞാൻ അറിയാവുന്ന സത്യങ്ങൾ ഞാൻ പറഞ്ഞ് സത്യാമ്മ വിശ്വസിക്കണം എന്നുള്ള കാര്യം നിന്നെക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് അറിയാം ഷാനി. പക്ഷേ നിൻ്റെ വായും തന്നെ വീഴുന്ന കാര്യങ്ങളുടെ സത്യാമ്മ എങ്ങനെ നിഷേധിക്കാനാണ്? അപ്പം സത്യാമ്മ നിൻ്റെ വായും തന്നെ സത്യങ്ങളൊക്കെ അറിയുന്നു. അതായത് നീയാണ് പപ്പിമോളുടെ പോലും അമ്മ എന്നതും പപ്പിമോളും സത്യം രണ്ടുപേരും നിൻ്റെ മക്കളാണ്. നിൻ്റെ അനിയത്തിക്ക് ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, നിൻ്റെ അനിയത്തി പ്രസവിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം സത്യാമ്മ എന്തിന് രോഹിത് ഉൾപ്പെടെ ഉള്ളവർ അറിയുമ്പം നിൻ്റെ അനിയത്തി ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നില്ലേ, അതൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്ക്. അതോടെ അവൾക്ക് ഇനി ചായക്കടയിൽ വന്ന് ഇരിക്കാം. രോഹിത്തുമായിട്ടുണ്ടായിരുന്ന അവസാന വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടങ്ങളിലൊക്കെ അയവിറക്കിക്കൊണ്ട് ഷാദാമ്മയുടെ ചായക്കടയിൽ നിന്നെപ്പോലെ അവിടെ തന്നെ വന്നിരിക്കാം. പിന്നെ നിനക്കൊരു ഗുണമുണ്ട്, നീ കളക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ട് നിനക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിനക്ക് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ സത്യാമ്മയുടെ കൂടെ നിനക്ക് മരുമകളായിട്ട് അങ്ങ് സമാധാനത്തിൽ നീ വാഴുമെന്ന് നീ കരുതണ്ട ഷാലിനി. നിനക്കുള്ളതൊക്കെ എന്താണ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഷാലിനി ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഷാലിനിയുടെ വായിൽ തന്നെ സത്യാമ്മ സത്യങ്ങൾ അറിയുന്നു. ഇവളെന്തൊക്കെ ഈ പറയുന്നത്, നീ എന്തുകൂടി ഈ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഷാലിനി, നീ എന്താ വിചാരിച്ചത് ഞാൻ അത്ര വലിയ മണ്ടിയാണോ? നിന്നെപ്പോലെ IAS ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും നിന്നെക്കാളും കുരുട്ട് ബുദ്ധി എനിക്ക് ഇച്ചിരി കൂടുതലാണ് ഷാലിനി. സുസ്മിത എന്താണ് ഷാനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് വിടുവാണ്. അതായത് ഷാനി മുറുകെ പിടിച്ച ഒരു കൈ ഉണ്ടല്ലോ, അത് കുടഞ്ഞു മാറ്റി സുസ്മിത കാണിച്ചു കൊടുക്കുക. നീ അങ്ങോട്ട് ഓപ്പോസിറ്റ് നോക്കൂ ഷാലിനി, ഞാൻ പോയി പറയണമൊന്നും ഇല്ല കേട്ടോ, നിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തെളിവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം
ഓപ്പോസിറ്റ് കണ്ടില്ലേ ഒരാൾ ക്യാമറ ആയിട്ട് നിൽക്കുന്നത്. നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. പിന്നെ ശാലിനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നത് സുസ്മിത തന്നെ ട്രാപ്പിലാക്കിയതെന്നുള്ള കാര്യം. കാരണം ഓപ്പോസിറ്റ് ഒരാൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ 10 ലക്ഷം രൂപ ഇവിടെ ആവശ്യപ്പെട്ടെന്നുള്ള കാര്യമൊക്കെ ശാലിനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ശാലിനിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഓപ്പോസിറ്റിൽ നിന്ന് ഈ ക്യാമറയ്ക്ക് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആളോട് സുസ്മിത ചോദിക്കുക, എല്ലാം എന്താണ് കറക്റ്റായിട്ട് റെക്കോർഡായിട്ടില്ലേ, വോയിസും കാര്യങ്ങളൊക്കെ കൃത്യമല്ലേ, എല്ലാം ക്ലാരിറ്റി ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ സുസ്മിതയോട് പറയാം, നീ ചോദിച്ച പണം ഞാൻ തന്നില്ലേ, നിനക്ക് ഈ പ്രശ്നം ഇതോടെ അവസാനിപ്പിച്ചൂടെ എന്നൊക്കെ ഷാനി ചോദിക്കുമ്പോഴത്തേക്കും സുസ്മിത പറയാം, നീ എന്ത് വിചാരിക്കുന്നത് ഈ 10 ലക്ഷം രൂപ വേണ്ടിയോ? ഞാൻ പറയാതിരിക്കുന്ന സത്യത്തിന് എത്ര വില ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയുള്ള എൻ്റെ ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമേ ഉള്ളൂ. നിൻ്റെ ഇന്ന് 10 ലക്ഷം രൂപ മേടിക്കുക എന്നതൊന്നും എൻ്റെ ഉദ്ദേശത്തിനകത്തല്ലായിരുന്നു. നിൻ്റെ വായിൽ തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തെളിവ് എനിക്ക് വേണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ്. നീ ബുദ്ധിരാക്ഷസിയാണെങ്കിലേ ഞാൻ അതിനേക്കാളും വലിയ ബുദ്ധിരാക്ഷസിയാടി. അപ്പം നിനക്കെതിരെയുള്ള തെളിവ് നിൻ്റെ വായിൽ തന്നെ ഉള്ളതാകുമ്പോഴത്തേക്കും സത്യാമ്മയുടെ മുന്നിൽ കറക്റ്റായിട്ട് വില പോകും. ഇത് ഒറ്റൊരു കാര്യം കാണിച്ചാൽ മതി, പിന്നെ രോഹിതും ശ്യാമും തമ്മിലുള്ള ജീവിതം പോയിട്ട് നിനക്ക് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഇനി അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോലും ഒരു അനുവാദം സത്യാമ്മ തരില്ല. അവരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. കൂടിയ കൈ കൊണ്ട് തന്നെ സത്യാമ്മതിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കൂടി. ഇന്നത്തെ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തോടു കൂടി തന്നെ നിൻ്റെ സന്തോഷം അതോടെ തന്നെ അവസാനിപ്പിച്ചായിരുന്നു ശാലിനി എന്നൊക്കെ പറഞ്ഞത് സുസ്മിത സ്ട്രോങ് ആയിട്ട് വെല്ലുവിളിക്കുക. ദാ നീ ഇപ്പം ഒരു പടി ഇവിടുന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പോൾ ശാലിനി എന്താണ് ആ ക്യാമറയും കൊണ്ട് നിൽക്കുന്ന ആളുടെ പിറകെ ഓടി അത് പിടിച്ച് പിടിക്കാൻ വേണ്ടി ഓടുവാണ്. പക്ഷേ അയാളുടെ അടുത്ത് എന്താണെന്നറിയോ, അയാൾ ശാലിനിക്കാൾ സ്പീഡിന് ഓടി പോകുമ്പോഴത്തേക്കും ശാലിനി തുടങ്ങി, നീ ഓടണ്ട, നീ ഇനി കൂടുതൽ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ നേരെ പോയി ചെന്ന് നിൽക്കുന്നത് നേരെ സത്യാമ്മയുടെ വീട്ട് മുറ്റത്താക്കിയാണ് നിൽക്കുന്നത്. ഈ തെളിവ് അവൻ സത്യാമ്മയുടെ കയ്യിൽ അതുപോലെ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. നീ അവിടെ പോയിട്ട് ഒരു നിമിഷം പോലും സന്തോഷം കൊണ്ട് സമാധാനമായിട്ട് നീ അവിടെ നിൻ്റെ അനിയത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കത്തില്ല ഷാനി. ഇത് സുസ്മിതയാണ് പറയുന്നതെന്ന് പറയുമ്പം ഷാനി സുസ്മിത ഇനും പ്രശ്നം, നീ എത്ര പറഞ്ഞാലും എന്നെ വിഷ്ണുവിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ എന്തിനാണ് ഞങ്ങളുടെ പിറകെ ദ്രോഹമായിട്ട് ഇറങ്ങുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഷാനി പറയുന്നത്, ഇടി എനിക്ക് കാണുന്നതിൻ്റെ സർവ്വനാശമാണ് കണ്ട, അതിന് വേണ്ടി ഞാൻ എന്തറ്റം ചെയ്യും. നീ എന്ത് വിചാരിച്ച് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിന്നെപ്പോലും ഒരു വ്യക്തിയെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ് സുസ്മിത എന്നോ? അല്ലടി, നിനക്ക് തെറ്റിപ്പോയി. ഈ 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നതേ എനിക്കൊരു നേരത്തെ ചിലവിനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയൊന്നും ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കരുത്. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, ഇത് നിനക്കിട്ടുള്ള ഉഗ്രൻ ട്രാപ്പായിരുന്നു ഷാനി. നിൻ്റെ ജീവിതത്തിൻ്റെ സർവനാശം കാണാൻ ഞാൻ ഏതറ്റം വരെ പോകുന്നതിന് സുസ്മിത എന്താണ്, നീ എന്തായാലും തൽക്കാലത്തേക്ക് പോ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ നിൻ്റെ പിറകിൽ ആരാന്നും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വ്യക്തി ആരാന്നൊക്കെ. ഇനി അതിൻ്റെ പിറകെ നടന്ന് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം നീ പോകാൻ നോക്ക്. വെഡിങ് ആനിവേഴ്സറിക്ക് പോകാനുള്ള സമയമൊക്കെ ആയില്ലേ. അപ്പം വെറുതെ ഇവിടെ നിന്ന് എൻ്റെ പിറകെ നിന്ന് സമയം കളയണ്ട. അവിടെ ചെന്നിട്ട് സത്യാമ്മയുടെ വീട്ടിലെ ബാക്കിയുള്ള കളികൾ എന്താ നമുക്ക് അവിടെ വെച്ച് കാണാം. നമുക്കിനിയും കണ്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് സുസ്മിത അവിടെ നിന്ന് പോകണം. അപ്പോൾ ശാലിനി അങ്ങ് ഭയങ്കര ടെൻഷനിലേക്ക് അങ്ങ് നിർത്തിയിട്ടാണ് സുസ്മിത പോയിരുന്നത്. അപ്പോൾ ശാലിനി എന്താണ് പിന്നെ കളയാൻ ശാലിനിയും സത്യമോളും അതുപോലെ ശാദാമ്മയൊക്കെ ആയിട്ട് കാറിൽ എന്താണ് നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കളയുന്നത്. എന്നാൽ നമ്മൾ സത്യമോൾ പറയാം, അമ്മ ഇനി കുറേ ദൂരം ഉണ്ടോ, എത്ര നേരം എടുക്കും എന്നൊക്കെ പറയുന്നത് ഷാനിയുടെ മുഖത്ത് ഒരു തെളിച്ചില്ല. ഷാനി ഭയങ്കര ടെൻഷനകത്തിരിക്കണം. അപ്പം ശാദാമ്മ നോക്കുന്നുണ്ട് എന്താണ് ഈ പ്രശ്നം ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ലാമെന്ന് പറഞ്ഞിട്ട് ശാദാമ്മയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ശാലിനി എന്താണ് ശാരദാമ്മ ആശ്വസിപ്പിക്കുക, മോൾ ടെൻഷനൊന്നും വേണ്ട, എല്ലാം നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ എന്താണ് കാര്യമൊന്നും അറിയാതെ തന്നെ ഷാലിനി ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ കാറിയിരിക്കുക. നമ്മൾ സത്യമോൾ ഡ്രൈവർ അങ്ങളോട് പറയുന്നുണ്ട്, അങ്ങളെ കുറച്ച് വേഗം പോകും, വളരെ സ്പീഡിൽ പോകും, കാരണം എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നതൊക്കെ കാണിക്കുന്നത്. അവിടെ തിരിച്ച് സത്യാമ്മയുടെ വീട്ടിലാണെങ്കിൽ ഷാലിനിയെ സ്വീകരിക്കാനുള്ള ഗ്രാൻഡ് ഒരുക്കമാണ്. അപ്പം ബാക്കിയുള്ള ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ശ്യാമയും രോഹിത്തും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ശ്യാമ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് രോഹിത്തിനോട് പറയുവാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇത്ര ഗ്രാൻഡായിട്ടൊക്കെ ആഘോഷിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല രോഹിത്ത്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത് കുഞ്ഞേച്ചി വരെ സത്യാമ്മ ക്ഷണിക്കുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. അവർ രണ്ടുപേരും സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. അവരറിയുന്നില്ല സുസ്മിത എന്ന ആറ്റം ബോംബിൻ്റെ വലിയൊരു പാരാണ് അവരെ തേടി വരാനായി ഇരിക്കുന്നുള്ള കാര്യം. ഇവിടെ ഉപേന്ദ്രനും ചിറ്റപ്പനും എല്ലാവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ സത്യാമ്മയുടെ വന്ന ഗസ്റ്റ് ചോദിക്കുന്നത്, ഇനി പരിപാടി തുടങ്ങാറായില്ല. അപ്പം സത്യം പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്കായിട്ടുള്ള കാത്തിരിപ്പ, എൻ്റെ മൂത്ത മരുമകൾ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാന്ന് പറയുമ്പം നമ്മുടെ വിഷ്ണുവിന് രാഘവേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഷാനി ഇതുവരെ കാണാൻ ടെൻഷനകത്തിരിക്കുമ്പോഴത്തേക്കും വന്നില്ലല്ലോ, ഇനി എവിടം വരെ എത്തിക്കാണും. അപ്പോൾ ഷാമയോട് ചോദിക്കുന്നത്, ഷാമ നിൻ്റെ അടുത്ത് പറഞ്ഞോ ഇവിടം വരെ എത്തിയെന്ന്? ഇല്ല സത്യാമ്മ ഞാൻ വിളിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇനി ഷാലിനി വരാതിരിക്കുമെന്നുള്ള ടെൻഷനാണ് സത്യാമ്മയുടെ മനസ്സിലായത്. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പയും മോളും മേളിൽ നിന്ന് ഇറങ്ങിയൊന്ന് പറയുന്നുണ്ട്, അവർ വരും സത്യാമ്മയെ, അവർ ദാ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പം നിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്നെ വിളിച്ചില്ല, എന്നോട് വരുമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം നമ്മുടെ പപ്പയും മോള് പറയുക. അപ്പോൾ എന്നിട്ടും എല്ലാവരും നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറയുന്നുണ്ട്, നീ ആ ഫോൺ എന്താ ഒന്ന് വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുന്നത് കറക്റ്റ് ഷാലിനിയുടെ കാർ ആ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഒരേ സമയത്താണ് കേട്ടോ. എന്നെ കാണുന്ന ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വിഷ്ണുവിനും രാഘവേട്ടനും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും. സത്യഭാമയ്ക്ക് അതിനേക്കാളും സന്തോഷം. സത്യഭാമ ഇന്ന് വരെ കണ്ട മുഖമല്ല, സത്യഭാമ അത്രയ്ക്ക് സന്തോഷം സ്നേഹത്തിൽ തന്നെ ഷാലിനി സ്വീകരിക്കാൻ വേണ്ടി ആരതിയൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഷാലിനിക്ക് വമ്പൻ സ്വീകരണമാണ് കൊടുത്തിരുന്നത്. അത് കണ്ട് ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്.
ഇടയ്ക്കെല്ലാം തന്നെ നമ്മുടെ ഷാനിയുടെ മുഖം ഭയങ്കര ടെൻഷനിൽ ഇരിക്കുവാണ്. കാരണം സുസ്മിത എന്ന വ്യക്തി പിറകെ തന്നെ ഉണ്ടല്ലോ എന്ന ടെൻഷൻ. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി, ഇവിടെ ഇത് എവിടം വരെ ചെന്ന് നിൽക്കും എന്നൊന്നും അറിയാത്തതിന് ഭയങ്കര ടെൻഷനിൽ തന്നെ നിൽക്കുന്നതും. ഒരറ്റം ആ ടെൻഷൻ, മറ്റൊരറ്റം എന്താണ് സത്യമോളെ യഥാർത്ഥത്തിൽ സത്യമോളെ സ്വീകരിച്ചിട്ടുണ്ടോ, മനഃപൂർവ്വമായിട്ട് തന്നെ സ്വീകരിച്ചിരുന്നോ, അത് നിർബന്ധത്തിന് വഴങ്ങി മാത്രം തൽക്കാലം അംഗീകരിക്കുന്നതാണോ, ഇതൊന്നും മനസ്സിലാകാതെ മറ്റൊരു ടെൻഷനും. അങ്ങനെ ആ രണ്ടിൻ്റെയും നടുക്ക് ഷാലിനി നിൽക്കുന്ന ഷാനിയുടെ ആ എന്താണ് മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് പേടിയും ഭയവും എല്ലാം കൂടെ കാണിക്കുന്ന എക്സ്പ്രഷൻ കാണിച്ചാണ് ഇനി അടുത്ത കാണാവുന്ന എപ്പിസോഡ് ഇനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാവുന്ന കുടുംബശ്രീ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, കമൻറ്റ്സ് ഷെയർ ആരും മക്കളുണ്ടോ. ബൈ.